നമ്മൾ ഉപയോഗിക്കുന്ന ജാക്കറ്റും കോട്ടും ഒക്കെ ഫ്രഷ് ആയിട്ട് നല്ല സ്മെല്ലോടെ ഇരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ജാക്കറ്റിലൊക്കെ ഇതുപോലെ ഫർ ഉണ്ടെങ്കിൽ ഒരു ചീപ്പ് കൊണ്ടിട്ട്, അതായത് വൈഡായിട്ടുള്ള കോമ്പ് കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ഭംഗിയായിട്ടിരിക്കും. പിന്നെ അകവും പുറവും ഒന്ന് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലോ ഹീറ്റ് സെറ്റിങ്ങിൽ ഇട്ടിട്ട് ഒന്ന് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ലും പോകും, അതിൻ്റെ ചുളുക്കമൊക്കെ പോയിട്ട് ഭംഗിയാകും. പിന്നെ ഒരു ഫാബ്രിക് സ്പ്രേയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും. എന്തെങ്കിലും അഴുക്ക് കാണുകയാണെങ്കിൽ അത് ആ കയ്യോടെ തന്നെ അങ്ങ് കഴുകുക. പിന്നെ ഇവിടെ വെയിൽ കുറവാണ്, എന്നാലും വെയിലുള്ളപ്പം കോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയി പുറത്ത് ഇട്ട് വെയിലൊക്കെ കൊള്ളിച്ച് എയറൊക്കെ കൊള്ളിച്ച് കഴിയുമ്പോഴത്തേന് അതിന് നല്ലൊരു സ്മെല്ല്, ഫ്രഷ് സ്മെല്ല് വരും. പിന്നെ ഇതേപോലത്തെ കോട്ടിലൊക്കെ പൊടി പിടിക്കാനായിട്ട് നൂലൊക്കെ പൊങ്ങാനായിട്ടും ചാൻസ് ഉണ്ട്. അതിന് ലിൻറ്റ് റിമൂവർ, അതിങ്ങനെ ഇളക്കി കളയുന്ന ലിൻറ്റ് റിമൂവർ ആയാലും ബാറ്ററി ഓപ്പറേറ്റഡോ ഇലക്ട്രിക്കോ ഒക്കെ ആയിട്ടുള്ള ലിൻറ്റ് റിമൂവർ ഒത്തിരി നല്ലതാണ്. പൊടിയൊക്കെ പെട്ടെന്ന് പോകും. എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ അതിനെ കോട്ടിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് വാഷിലോട്ട് ഇടുക. എപ്പോഴും മൈൽഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കോട്ട് എപ്പോഴും ഇൻസൈഡ് ഔട്ട് ആക്കിയിട്ട് വേണം വാഷിലിടാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഹീറ്റിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു പാഡിങ് എല്ലാം കൂടി ഇങ്ങനെ ഉരുണ്ട് ബോൾ പോലായിട്ട് ആ കോട്ട് മൊത്തത്തിലങ്ങ് നാശമായി പോവും. അതേപോലെ ഡബിൾ ഡ്രയറിലിടുമ്പം ലോ ഹീറ്റ് സെറ്റിങ്ങിൽ ഡ്രയർ ബോൾസ് ഇട്ടിട്ട് വേണം അത് ഹീറ്റിങ്ങിലോട്ട് ഇടാനായിട്ട്. റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഹുഡിയൊക്കെ റിമൂവ് ചെയ്തിടുക, ഇല്ലെങ്കിൽ ഒരു മെഷ് ബാഗിൻ്റെ അകത്തിലോട്ട് കവർ ചെയ്തെങ്കിലും വെക്കുക. പിന്നെ ഫാബ്രിക് സോഫ്റ്റ്നർ ഉപയോഗിക്കരുത്, പ്രത്യേകിച്ച് ഫർ ഉണ്ടെങ്കിൽ അത് ഒരുപാട് ടാങ്കിൾഡ്